ഹരേ കൃഷ്ണ. എല്ലാവർക്കും വിനീത നമസ്കാരം. ഗീതയുടെ പൊരുൾ. ഭഗവത്ഗീതയുടെ 12-ാം അധ്യായമായ ഭക്തിയോഗത്തിലെ 13 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ ധർമ്മം എന്താണ്, ആരാണ് ഭഗവാന് പ്രിയപ്പെട്ടവർ എന്ന് കൃത്യമായി പറയുന്നു. അത് ഇപ്രകാരമാണ്: ഒരു ജീവിയോടും വിദ്വേഷമില്ലാത്തവനും എല്ലാറ്റിനോടും മൈത്രിയും കരുണയുമുള്ളവനും എൻ്റേതെന്ന വിചാരവും ഞാനെന്ന ഭാവവും ഇല്ലാത്തവനും സുഖദുഃഖങ്ങളെ തുല്യമായി കരുതുന്നവനും ക്ഷമാശീലനും സദാ സന്തുഷ്ടനും ഏകാഗ്രചിത്തനും ആത്മനിയന്ത്രണവും നിശ്ചയദാർഢ്യവുമുള്ളവനും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കാതെയും മറ്റുള്ളവരാൽ അസ്വസ്ഥനാകാതെയും സന്തോഷം, കോപം, ഭയം, മനക്ഷോഭം എന്നിവയിൽ നിന്ന് മുക്തനായിരിക്കുന്നവനാരോ അവനും എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. ഇന്ദ്രിയ വിഷയങ്ങളിൽ ആഗ്രഹമില്ലാത്തവനും അകത്തും പുറത്തും ശുദ്ധിയുള്ളവനും കർമ്മകുശലനും പക്ഷപാതമില്ലാത്തവനും ഭയമകന്നവനും എല്ലാ ഉദ്യമങ്ങളും വെടിഞ്ഞവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു. യാതൊരുവൻ ഇഷ്ടപ്രാപ്തിയിൽ സന്തോഷിക്കാതെയും അനിഷ്ടപ്രാപ്തിയിൽ ദേഷിക്കാതെയും ഇഷ്ടനാശത്തിൽ ദുഃഖിക്കാതെയും ഇഷ്ടവസ്തുക്കളെ ആഗ്രഹിക്കാതെയും ഇരിക്കുന്നുവോ, യാതൊരുവൻ ശുഭാശുഭങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ, ആ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. ശത്രുവിലും മിത്രത്തിലും മാനാപമാനങ്ങളിലും സമഭാവനയുള്ളവനും തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം എന്നിവയിൽ സമചിത്തനായിരിക്കുന്നവനും ഒന്നിലും ആസക്തിയില്ലാത്തവനും നിന്ദയും സ്തുതിയും തുല്യമായി കരുതുന്നവനും മൗനമായിരിക്കുന്നവനും കിട്ടുന്നതിൽ സന്തുഷ്ടനായിരിക്കുന്നവനും സ്ഥിരചിത്തനുമായ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. മേൽ വിവരിക്കപ്പെട്ട മോക്ഷസാധനമായ ധർമ്മത്തെ ശ്രദ്ധയോടുകൂടിയും എന്നെ പരമാശ്രയമായി കരുതിയും ആരാണോ അനുഷ്ഠിക്കുന്നത്, ആ ഭക്തന്മാർ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാകുന്നു. ഗീത യുദ്ധശാസ്ത്രമല്ല, അഹിംസയുടെ പരമമായ തത്വശാസ്ത്രമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഭാഗം മാത്രം മതി. ഇത് സാധാരണക്കാർക്ക് സാധ്യമല്ലെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുമായിരിക്കും. ഇത് സാധാരണക്കാർക്കേ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അഭ്യാസം ആവശ്യമാണ്. ഇത് ത്യാഗമാണെന്ന് വിചാരിക്കരുത്. ധർമ്മം ആചരിക്കുന്നത് ഭാഗ്യമാണ്. കുറേ ശ്ലോകങ്ങൾ ഒരു അർജുനന് മാത്രമായി നൽകിയാലൊന്നും ഇങ്ങനെയുള്ള ഭക്തരെ വാർത്തെടുക്കുവാൻ പറ്റില്ല. ഒരു കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള ധർമ്മിഷ്ഠരായ മനുഷ്യരെ വാർത്തെടുക്കുവാൻ ഭഗവാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. പാണ്ഡവരുടെ എണ്ണം എന്തുകൊണ്ടാണ് കുറഞ്ഞു പോയതെന്നും ആയിരങ്ങളിൽ ചിലരെ ഞാൻ പറയുന്നത് അനുസരിക്കുകയുള്ളൂ എന്നും ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഗുരുക്കന്മാർ പോലും എന്തുകൊണ്ടാണ് മറുവശത്ത് അണിനിരുന്നതെന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ പാണ്ഡവർ ജയിക്കും, ധർമ്മം ജയിക്കും. എന്തുകൊണ്ടെന്നാൽ പാണ്ഡവപതി അവരുടെ കൂടെയുണ്ട്. മറ്റെന്തിനേക്കാളും വലുതായി ധർമ്മത്തെ മുറുകെ പിടിക്കുക. അധർമ്മം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഇക്കാലത്ത് ഈ ധർമ്മമാർഗം സ്ഥാപിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. അതിനാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഗീതാജ്ഞാനം നൽകുന്നത് ഭക്തർ സ്വയം ചോദിക്കുക. മേൽ വിവരിച്ച രീതിയിൽ ഞാൻ ഭഗവാന് പ്രിയപ്പെട്ടവനാണോ? ഓർക്കുക, ഈശ്വരന് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ട വസ്തു ധർമ്മമാണ്. അതിനാൽ ഭഗവാന് സത്യത്തിന് പ്രിയപ്പെട്ടവരാകാൻ കുറുക്കുവഴികളില്ല. ധർമ്മം അനുഷ്ഠിക്കുക. ആത്യന്തിക വിജയം സത്യത്തിനും ധർമ്മത്തിനും തന്നെയായിരിക്കും. വെളിച്ചമാണ് സത്യം, ഇരുട്ടല്ല. സത്യമില്ലാതെ ധർമ്മത്തിന് നിലനിൽപ്പില്ല. ധർമ്മം അനുഷ്ഠിക്കാനാണ് സത്യം മനസ്സിലാക്കേണ്ടത്. ധർമ്മം ഇഹത്തിലും പരത്തിലും മനുഷ്യന് സുഖം നൽകും. സത്യം മനസ്സിലാക്കിയാലും ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞാലും അത് ജീവിതത്തിൽ കൊണ്ടുവരാത്തതിനു കാരണം ശക്തിയുടെ കുറവാണ്. ശക്തിയുടെ സ്രോതസ്സായ സത്യവുമായി ഈശ്വരനുമായി ആത്മാവിന് ബന്ധം വരുമ്പോൾ മാത്രമേ ധർമാനുഷ്ഠാനത്തിനുള്ള ആത്മബലം കൈവരൂ. അപ്പോൾ മാത്രമേ ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റൂ. അതിന് പരമാത്മാവിനെ കുറിച്ചുള്ള സ്പഷ്ടമായ ജ്ഞാനം ആവശ്യമാണ്. ഹരേ കൃഷ്ണ. ഓം ശാന്തി. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.